രാവിലെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, പാല് കാച്ചാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നും രാവിലെ ദോശ ഉണ്ടാക്കുന്നത് അങ്ങനെ ദോശക്കല്ല് കഴി അവിടെ ദോശ ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ദോശയുടെ കൂടെ ഇന്ന് ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പം മോന് രാവിലെ ക്ലാസ്സിൽ പോകണമായിരുന്നു. അപ്പോൾ അവനുള്ളതങ്ങ് പെട്ടെന്ന് അവന് കട്ടി കുറഞ്ഞ ദോശയാണ് വേണ്ടി അവൻ അന്നേരം കട്ടി കുറഞ്ഞ ദോശ ഉണ്ടാക്കി കൊടുത്ത് അതിന് ശേഷം പിന്നീടാണ് ഞാൻ ചായ കുടിക്കാനെടുത്തത്. അതിനുശേഷം പിന്നെ ദോശ ബാക്കിയുള്ളവർക്കെല്ലാം ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുത്ത്. അപ്പോൾ അത് പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തത് പിന്നെ കഞ്ഞിക്കൊക്കെ വെള്ളം വെക്കണം. അതിന് മുമ്പിട്ട് ഗ്യാസിൻ്റെ മുകളിൽ ആ കടുകൊക്കെ ചമ്മന്തിക്ക് കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ടെ അതൊക്കെ എണ്ണയൊക്കെ ഒന്ന് തെറിച്ചായിരുന്നു, അതെല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഈ സബ്ജ സീഡ് ഉണ്ടല്ലേ, അതൊരു 2-3 ടേബിൾ സ്പൂൺ എടുത്ത് ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് പിന്നെ ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. ഇടയ്ക്ക് മോരും വെള്ളം ഉണ്ടാക്കുമ്പോഴോ നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോഴോ അതിൻ്റെ അകത്ത് ഇതിട്ട് കുടിക്കാൻ നല്ലതാണ്. അത് ബോഡിക്ക് ഇത്തിരി തണുപ്പ് കിട്ടും. അത് തണുപ്പ് സമയത്ത് അങ്ങനെ ഈ കോൾഡൊക്കെ ഉള്ളവരങ്ങനെ ഉപയോഗിക്കരുത്, അല്ലാത്തവർക്ക് കുഴപ്പമില്ല. ഇത് ഞാൻ ഇച്ചിരി ഒന്ന് കുന്നതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുവേ. അപ്പോൾ ഇന്നലത്തെ ചോറുണ്ടായിരുന്നു, അതൊന്ന് വെച്ച് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് സാവകാശം പിന്നെ ചോറൊക്കെ വെച്ചാൽ മതി. അപ്പം വെളുത്തുള്ളി ഇന്നലെ വാങ്ങിച്ച്, വെളുത്തുള്ളിയൊക്കെ ഇപ്പോൾ കുറവാണ് വാങ്ങിയത്. ഇപ്പോഴും 1/4 കിലോ 90 രൂപ 100 രൂപയൊക്കെയാണ്. അപ്പോൾ മത്തി ഉണ്ടായിരുന്നു, അതിൽ വലിയ മീൻ ഞാൻ കീറി മുറിച്ചിങ്ങനെ ഇടുന്നുണ്ട്, ചെറുത് അതുപോലെ ഇട്ടിട്ടുണ്ട് മുളകരച്ച് കറി വയ്ക്കാനാണ്. അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവയൊക്കെ ഇട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഉലുവാപ്പൊടി ഇട്ട് അരപ്പ് തിളച്ച് വന്നുകൊണ്ടെങ്കിൽ മീനൊക്കെ ഇട്ട് പുളിയും ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് തിളച്ച് വറ്റി വരട്ടെ. അപ്പം ഞാൻ ആ സബ്ജ സീഡ് ഒന്ന് അത് കുതിർന്നതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. ഇപ്പം മോരുണ്ടാക്കാനായിട്ട് ഇച്ചിരി തൈര് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് മോരും വെള്ളം കുടിക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചത്. അതിലേക്ക് ഇച്ചിരി ഈ സബ്ജ ഇട്ടിട്ട് ഞാൻ കുടിക്കുന്നുണ്ട്. അത് ചിലർക്ക് ഇഷ്ടം ഈ മോരും വെള്ളത്തിലൊക്കെ ഈ സബ്ജ ഇട്ട് കഴിക്കുന്നത്. ഇത് തണുപ്പ് സമയത്ത് അലർജി ഉള്ളവർ കുടിക്കരുത് കേട്ടോ. എനിക്ക് ഇപ്പം അങ്ങനെ ഇതുവരെ ഒന്നും കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പം ഞാൻ ഇത്തിരി മോരും വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് പോവുക. അപ്പോൾ അപ്പോഴത്തേക്കിന് നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ വറ്റി വന്നായിരുന്നു. ഞാൻ അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. മുളകിട്ട മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നീട് എനിക്ക് മോരുകറി വെക്കണമായിരുന്നു. മോര് ഞാൻ ഉടച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് അതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ച് ഇച്ചിരി ആവി പോലെ വന്ന ഉടനെ അതിലേക്ക് പിന്നെ കടുകൂടെ വറുത്തി ചേർത്തിട്ടുണ്ട്. തേങ്ങ ചേർത്തിട്ടില്ല കേട്ടോ. ഇതാണ് ഓട്ടമോരെന്ന് പറയുന്നത്. ആർക്കെങ്കിലും ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ട്.